1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ശരിക്കും ഇപ്പൊ ഏട്ടത്തി എവിടെയാ? മഞ്ജുവിന്റെ ഏടത്തി മരിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയും ബാക്കി ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിട്ട് അവരുടെ നാടകം പൊളിഞ്ഞ എന്നെ മാർക്കും മിക്കവാറും തല്ലിക്കൊല്ലും. ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ എന്നെ വിശ്വസിച്ച? കണ്ണൻ സാർ ഇപ്പോ തോമസ് വൈദ്യന്റെ വീട്ടിലല്ലേ? അപ്പോ ഭർത്താവിന്റെ അരികില് ഭാര്യ കാണില്ലേ? ശരിക്കും എന്താ അവരുദ്ദേശിക്കുന്നേ? ഇനി എപ്പോഴാ ഏട്ടത്തി വെളിച്ചത്തിലേക്ക് വരിക? മനസ്സിനകത്ത് ഇരുട്ടുമായി നടക്കുന്നവരെ കൊല്ലാതെ കൊന്ന ശേഷം. ഞാൻ പറഞ്ഞല്ലോ സാഗറിനോട്, എന്റെ ഏട്ടത്തിയും ഏട്ടനും ശരി. അതുകൊണ്ട് ഇനി അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അവർക്ക് മാത്രമല്ല, എനിക്കും ദോഷം വരുന്ന ഒരു കാര്യവും മഞ്ജുവിന് ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. ഞാനങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അറിഞ്ഞ കാര്യങ്ങള് ആരോടും പറഞ്ഞില്ലല്ലോ. അറിഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ പറയേണ്ട കാര്യവും പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ടില്ലെന്നാ പറഞ്ഞത്. എനിക്കിപ്പോ ഒരാളിനെയും വിശ്വാസമില്ല. ഞാൻ എന്റെ മനസ്സ് തുറന്ന് കാട്ടിയല്ലോ മഞ്ജു. ജീവിക്കാനുള്ള കൊതികൊണ്ടാ വിളിക്കുന്നത്. മേഘന് മഞ്ജുവിനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി. പക്ഷേ അവന് ഒരു പെൺകുട്ടിക്കൊപ്പമല്ല, ഒരുപാട് പെൺകുട്ടികൾക്കൊപ്പം ജീവിക്കാനാ ആഗ്രഹം. ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാ തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തത്. എന്നാൽ ഇനി ആ പഴയ സഹറ് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ സാഗറിനോട് പറഞ്ഞതാ. ഒരു കുടുംബജീവിതം തകർന്നവൾക്ക് പെട്ടെന്ന് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ ഇനി കാണുമ്പോ ഈ ചോദ്യം ആവർത്തിക്കരുത്. എന്റെ നല്ലൊരു സുഹൃത്താ സാഗർ. അതെന്നും അങ്ങനെ തന്നെ ആവേം വേണം. അയ്യോ, ഒന്ന് പയ്യെ തിരുമാൻ പറ സാറേ, നല്ല വേദന ഉണ്ട്. ഓഹോ, കുറച്ചൊക്കെ വേദന സഹിക്കണം. നന്നായിട്ടൊന്ന് തടവ്. സാറ് ഞങ്ങൾ വന്നപ്പോ ഈ ഭൂത പ്രേത പിശാചുക്കളുടെ ഒക്കെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ശരിക്കും ഇതൊക്കെ സത്യമാണോ സാറേ? എന്താ സത്യമല്ലായിരിക്കാൻ? മരണപ്പെട്ടവർ ജീവിച്ചിരുന്നപ്പോ അവരെ ഒരുപാട് ശ്വാസം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം അവര് നമ്മളെ അതിന്റെ 1000 മടങ്ങ് ശ്വാസം മുട്ടിക്കും. അല്ല, ഇതിനെ തളയ്ക്കാൻ വേറെ മാർഗമൊന്നുമില്ല സാറേ. ഞാൻ പറഞ്ഞല്ലോ, പതിവ്രതകളായ പെൺകുട്ടികളെയാണ് അരുംകൊല ചെയ്തതെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജ്യോത്സ്യന്മാർക്കൊന്നും ആ ആത്മാവിനെ തളയ്ക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, തളയ്ക്കാൻ ശ്രമിക്കുന്ന മന്ത്രവാദിയുടെ കാര്യവും പിന്നെ പറയാൻ പറ്റില്ല. അയാളെയും ആ ആത്മാവ് തന്നിൽ ലയിപ്പിച്ചിരിക്കും. എങ്കിലും ഈ ചുട്ട കോഴികളെ പറപ്പിക്കുന്ന ചില മന്ത്രവാദികളുണ്ട്. അവരുടെ അടുത്ത് ഈ പിശാചുക്കളുടെ ഒരു കളിയും നടക്കത്തില്ല. അങ്ങനെയുള്ളവരൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇന്നുള്ളവർ വെറുതെ കാശ് തട്ടാൻ വേണ്ടി നടക്കുന്നവരാ. സാറേ, ഞങ്ങളുടെ അറിവിലൊരു നല്ല മന്ത്രവാദിയുണ്ട്. അല്ല, അതവിടെ നിൽക്കട്ടെ. അമ്മ പറഞ്ഞതുപോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളെ ആരെങ്കിലും സാറിന്റെ പരിചയത്തിലുണ്ടോ? എന്തിനാ? അതിന് നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അയ്യോ, അല്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരൊക്കെയോ ഈ അടുത്ത സമയത്ത് പ്രേതത്തെ കണ്ടെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അങ്ങനെങ്കിൽ നല്ല മന്ത്രവാദികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. എന്റെ പരിചയത്തിൽ ഇപ്പൊ അങ്ങനെ ആരുമില്ല. ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.